സർ സ്റ്റാർട്ട് ചെയ്തോളൂ സർ. സൗണ്ട് ക്ലിയർ ആണോ? അതെ സർ, ഇപ്പോൾ ഓഡിബിൾ ആണ്. Welcome everyone, please. Happy morning, everyone. എല്ലാവരും ഒന്ന് ഹാപ്പി മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്നുള്ളത് മാറി ഹാപ്പി മോർണിംഗ് ആയിട്ട് ഏകദേശം 25 വർഷത്തോളമായി. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്ത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. ഇനി ആർക്കൊക്കെയാണ് ഒന്ന് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുക? പ്ലീസ് കഴിയാവുന്നവർ ഒക്കെ ഒന്ന് വീഡിയോ ഓൺ ആക്കൂ. Yes, nobody is opening the video, please. Yeah. വീഡിയോ ഓൺ ആക്കിയാൽ നല്ല സുഖമായിരിക്കും എല്ലാവർക്കും. നമുക്കിങ്ങനെ കണ്ടു സംസാരിക്കാൻ പറ്റും. ഹലോ, ഇന്ന് വാട്ട് ഈസ് ദ ടോപ്പിക് ഓഫ് ദി ഡേ? ഇന്നത്തെ ടോപ്പിക്കിന്റെ നമ്മുടെ പ്രസന്റേഷന്റെ ടോപ്പിക് ആർക്ക് പറയാം? വാട്ട് ഈസ് ദ ടോപ്പിക് ഓഫ് ദി ഡേ? ഇന്ന് ഏത് വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്ന് ആർക്കെങ്കിലും വല്ല ധാരണയുണ്ടോ? Please come to your chat box. Please come to your chat box, my dear friends. We have വളരെ കുറച്ച് സമയം നമുക്ക് ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Yes, fluency speaking, the communication, the 4 words to speak fluency of the language. That is only 4 words to fluency. Only 4 words to fluency. വെറും 4 വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഫ്ലുവന്റ് ആകാം എന്നുള്ളതാണ്. അതിപ്രശസ്തമായ 4 വാക്കുകൾ. ഈ 4 വാക്കുകൾ ഒരുപക്ഷെ നിങ്ങളെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. വളരെ പ്രശസ്തമാണ് ഈ 4 വാക്കുകൾ. ആ 4 വാക്കുകളിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ സെഷൻ ആരംഭിക്കുന്നു വിത്ത് എ കോട്ട്. എന്റെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിച്ച ഒരു കോട്ട് വെച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ ആരംഭിക്കുന്നത്. കോട്ട് ഈസ് ദിസ്: വാട്ട് യു സീക്ക് ഈസ് സീക്കിംഗ് യു. എന്താണോ നിങ്ങൾ തേടുന്നത് അത് നിങ്ങളെയും തേടുകയാണ്. ഐ റിപ്പീറ്റ്, what you seek is seeking you. What you seek is seeking you. എന്താണോ നിങ്ങൾ തേടുന്നത് അത് നിങ്ങളെയും തേടുകയാണ്. പ്രശസ്തമായ റൂമിയുടെ വാക്കുകളാണ്. റൂമി എന്ന പ്രശസ്തനായ പേർഷ്യൻ കവിയുടെ വാക്കുകളാണ്. വാട്ട് യു സീക്ക് ഈസ് സീക്കിംഗ് യു. നിങ്ങൾ എന്താണോ തേടുന്നത് അത് നിങ്ങളെയും തേടുകയാണ്. ഇന്ന് നിലവിലുള്ള, നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ നിലവിലുള്ള എല്ലാ കഴിവുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആസ് എ സൈക്കോളജിസ്റ്റ് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലെ ഏറ്റവും നല്ല ട്രെയിനേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ റെക്കോർഡ് ചെയ്ത വീഡിയോസ് അഥവാ യൂട്യൂബ് ചാനലുകളിൽ, വിംപിളിന്റെ ചാനലുകളിൽ വരുന്ന നിങ്ങളെ റെക്കോർഡഡ് ഈ സൂം മീറ്റിംഗ്സിലെ ഒരുപാട് ടോപ്പിക്കുകൾ നിങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പല വ്യക്തികളുടെയും വീഡിയോസ് ഞാൻ കാണാറുണ്ട് ഇവിടുത്തെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത്. ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ അഡ്രസ് ചെയ്യണം, നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ അതിയായ ഒരു ആഗ്രഹമാണ്. നിങ്ങളെ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ള എൻ്റെ അതിയായ ഒരു ആഗ്രഹമാണ്. അതിവിടെ സാക്ഷാത്കരിക്കുകയാണ്. അതുകൊണ്ട് പ്രപഞ്ചനാഥനായ സൃഷ്ടാവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സെഷൻ ആരംഭിക്കുകയാണ്. With your permission, let me share my PPT. നിങ്ങളുടെ പെർമിഷനോട് കൂടി എൻ്റെ PPT ഞാൻ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഒന്ന് ഹോസ്റ്റ് ആക്കാമോ പ്ലീസ്?
ഹലോ സജന മുസ്തഫ മാഡം അവിടെ ഉണ്ടോ? സർ ഹോസ്റ്റ് ആയിട്ടുണ്ട് സർ, ഹോസ്റ്റ് ആയിട്ടുണ്ട്. താങ്ക് യു താങ്ക് യു താങ്ക് യു. ടോപ്പിക് ഒന്നുകൂടി, നിങ്ങൾ എല്ലാവരും വീഡിയോയിൽ വന്നില്ല എങ്കിൽ പോലും ഒന്ന് നിങ്ങളെ ചാറ്റിൽ ഒന്ന് ആക്റ്റീവ് ആകണേ, എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. യെസ്, ഓൺലി 4 words to fluency. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കോട്ട് നിങ്ങളെ കാണിച്ചു. വാട്ട് യു സീക്ക് ഈസ് സീക്കിംഗ് യു. അത് പറഞ്ഞു. ഇനി നമുക്കൊരു സക്സസ് മന്ത്രയാണ്. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഈ മന്ത്രം നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ഉച്ചരിക്കണം. എല്ലാ ദിവസവും കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ മന്ത്ര ഉച്ചരിക്കണം എന്നാണ് ഞങ്ങൾ സ്റ്റുഡൻസിനോട്, മോർണിംഗ് ബാച്ചിലുള്ള സ്റ്റുഡൻസിനോട് പറയാറ്. മന്ത്രം ഇതാണ്: ഐ എം ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്. ഐ എം ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്. നല്ല രസമാണ്. എല്ലാവരും വീഡിയോയിൽ വന്നുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഐ എം ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ് എന്നൊരു 10 പ്രാവശ്യം പറയുന്നത് വളരെ രസകരമായി തോന്നാറുണ്ട്. ഞങ്ങളെ മോർണിംഗ് സെഷനിൽ എല്ലാ സ്റ്റുഡൻസ് ഇങ്ങനെ വീഡിയോ ഓപ്പൺ ആക്കിയതിനു ശേഷം ഇങ്ങനെ പറയുകയാണ്: ഐ എം ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്, ഐ എം ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആണ്. ഐ ലവ് മൈ ലൈഫ്. ഇപ്രകാരമുള്ള ഒരുപാട് സക്സസ് മന്ത്രാസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് ആവർത്തിക്കുന്നു വിചാരിക്കുന്നു. ഐ എം ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആണെങ്കിൽ പോലും നിങ്ങൾ ഈ മന്ത്ര ഡെയിലി ഉച്ചരിച്ചു കൊണ്ടിരുന്നാൽ അതൊരു അഫർമേഷൻ ആയിട്ട് മാറുമെന്ന് സൈക്കോളജി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഐ എം ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്, ഐ ലവ് മൈ ലൈഫ്, ഐ എം ദ ചാമ്പ്യൻ, ഐ എം ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ഇനി ഞാൻ നിങ്ങളോട് വളരെ സിമ്പിൾ ആയിരിക്കുന്ന ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചോദ്യം ഇതാണ്: എന്താണ് കമ്മ്യൂണിക്കേഷൻ? ആർക്ക് ചാറ്റ് ബോക്സിൽ വരാം. വാട്ട് ഈസ് മെന്റ് ബൈ കമ്മ്യൂണിക്കേഷൻ? നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ഈ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഒരുപാട് ആളുകളുടെ വീഡിയോസ് ഒക്കെ നമ്മൾക്ക് കാണാം. കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? ആർക്ക് പറയാം? പ്ലീസ് കം ടു യുവർ ചാറ്റ് ബോക്സ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? പ്ലീസ്. നിങ്ങൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് മനസ്സിലാക്കിയ ഡെഫിനിഷൻ എന്താണ്? നിങ്ങൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് മനസ്സിലാക്കിയ ഡെഫിനിഷൻ. പ്ലീസ് കം ടു യുവർ ചാറ്റ് ബോക്സ്. Communication, please come to chat box. Yes. ആശയവിനിമയം. യെസ്, ആശയവിനിമയം. ഞാൻ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഡെഫിനിഷനാണ് ചോദിക്കുന്നത്. ആശയവിനിമയം എന്നുള്ളത് ഒരു നോർമലി നമ്മൾ സംസാരിക്കുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ ഇസ് എ വേ ടു കൺവേ യുവർ മെസ്സേജ്. ഓക്കെ, എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ, തോട്ട്സ് ആൻഡ് ഐഡിയാസ്. ഓക്കെ, നമ്മൾ സാധാരണ കേൾക്കുന്ന കുറച്ച് ഡെഫിനിഷൻസ് ആണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ വേ ടു കൺവേ യുവർ മെസ്സേജ്. വെരി ഗുഡ്. എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ ആൻഡ് തോട്ട്സ്, ഐഡിയാസ് എന്ന് പറയുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും പ്ലീസ് കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷൻ, ഏറ്റവും ലേറ്റസ്റ്റ് ഡെഫിനിഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കുന്ന കമ്മ്യൂണിക്കേഷന്റെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതായത് അലൻ ബാർക്കർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന പുസ്തകമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന പുസ്തകം. അലൻ ബാർക്കറുടെ ഈ പുസ്തകം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ഈ പുസ്തകം കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഡെഫിനിഷനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലീസ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ is the act of transmitting information or emotion effectively. My dear friends, my dear trainers, communication is the act of transmitting information or emotion effectively. നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കുന്ന നിങ്ങളിലുള്ള വിവരം അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ, അതേ വികാരം, അതേ ഗ്രാവിറ്റിയോട് കൂടി നിങ്ങളുടെ ശ്രോതാക്കളിലേക്ക് പകർന്നു നൽകാൻ കഴിയുമെങ്കിൽ, ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ പകർന്നു നൽകാൻ കഴിയുമെങ്കിൽ, ആ പ്രോസസ്സിന്റെ പേരാണ്, ആ ആക്ടിന്റെ പേരാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്: സെൻഡിങ് മെസ്സേജ്, റിസീവിംഗ് മെസ്സേജ്, ഗിവിംഗ് ഫീഡ്ബാക്ക് എന്നുള്ളത്. ആ ഡെഫിനിഷൻസ് എല്ലാം ഒരു 25 years ബാക്ക് ആയിരുന്നു.
ഏറ്റവും ലേറ്റസ്റ്റ് ഡെഫിനിഷൻ ഇതാണ്. അതുകൊണ്ട് തന്നെ നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഇമോഷൻസ് ആൻഡ് ഇൻഫോർമേഷൻ അതേ ഗ്രാവിറ്റിയോട് കൂടി മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഒരു റെസ്പോൺസിബിൾ ആയിരിക്കുന്ന, റെസ്പോൺസിബിലിറ്റി ഉള്ള, ഉത്തരവാദിത്വമുള്ള ഒരു ഭാഗമാണ്, ഒരു പ്രോസസ്സാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേംബ്രിഡ്ജ് ഡിക്ഷണറിയും ഇതേ ഡെഫിനിഷനാണ് മുന്നോട്ട് വെക്കുന്നത്. അലൻ ബാർക്കറുടെ അതേ ഡെഫിനിഷൻ തന്നെയാണ് കേംബ്രിഡ്ജ് ഡിക്ഷണറിയും നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ആശയവിനിമയം ചെയ്യുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വ ബോധമുള്ള, വളരെയധികം ശ്രദ്ധിക്കേണ്ട, വളരെയധികം അത്യുജ്വലമായ ഒരു ശ്രമകരമായ ഒരു ഭാഗമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാൻ നിർവാഹമില്ല. പക്ഷെ എന്നാലും ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ അഭിപ്രായത്തിൽ നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കേൾക്കുന്നവരുടെ ശ്രദ്ധയെ, ക്യൂരിയോസിറ്റിയെ, ജിജ്ഞാസയെ അത് ഉണർത്തുവാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ജിജ്ഞാസയെ ഉണർത്തുവാൻ ആ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നുവെങ്കിൽ തീർച്ചയായും ഐ ആം എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. പ്ലീസ്, ഞാൻ പറയുന്നത് ക്ലിയർ ആണെങ്കിൽ സി എന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് വരാമോ പ്ലീസ്? എന്റെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ പ്ലീസ്, ആൻഡ് സി കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവുന്നുവെങ്കിൽ ചാറ്റ് ബോക്സിൽ സി എന്ന് ടൈപ്പ് ചെയ്യാമോ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് റെസ്പോൺസ്. താങ്ക് യു, വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്. യെസ്, യെസ്, താങ്ക് യു. അപ്പൊ ഒന്നാമത്തെ ക്വാളിറ്റി നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഒന്നാമത്തെ കമ്മ്യൂണിക്കേഷന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങളെ ശ്രവിക്കുന്ന നിങ്ങളുടെ ലേണേഴ്സിന്റെ ജിജ്ഞാസയെ അത് ഉണർത്താൻ കഴിയണം. ഇതാണ് ഒന്നാമത്തെ ക്വാളിറ്റി. രണ്ടാമത്തെ ക്വാളിറ്റി, വികാരാവേശം കൊള്ളിക്കുന്ന ഒന്നായിരിക്കണം കമ്മ്യൂണിക്കേഷൻ. ഇഗ്നൈറ്റ് പാഷൻ, വികാരാവേശം കൊള്ളിക്കാൻ കഴിയണം. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയാൽ നമ്മുടെ സൈക്കോളജിയിലേക്ക് പോണ്ടി വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കെമിക്കൽ റിയാക്ഷനെ ഉണ്ടാക്കാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ പ്രോസസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുവാൻ ഒരു കമ്മ്യൂണിക്കേഷന് കഴിയണം. അതൊരു ഹാപ്പിനെസ്സിലേക്ക് നമ്മളെ നയിക്കാൻ കഴിയണം. ഇതാണ് ഇഗ്നൈറ്റ് പാഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ക്വാളിറ്റി, ഇക്കോ റിലയബിലിറ്റി, വിശ്വാസ്യത വരണം. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ എന്റെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളിൽ ഒരു കൺവിൻസ് ചെയ്യാൻ കഴിയണം. മൈ ഡിയർ ഫ്രണ്ട്സ്, if I am able to convince with my communication, definitely I am a master communicator. ഞാൻ ഒരു മാസ്റ്റർ കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് മാറും എന്റെ വാക്കുകളിൽ നിങ്ങൾക്ക് വിശ്വാസ്യത വരികയാണെങ്കിൽ. എന്ന് പറഞ്ഞാൽ അത് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളെ മനോഹരമായി കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, അതിനെയാണ് ഇക്കോ റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഈ മൂന്ന് സാധനങ്ങൾ ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് ആയിട്ട് മാറുന്നത്. നമുക്കറിയാം, ഇന്ന് കോർപ്പറേറ്റ് മേഖല ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയവും കമ്മ്യൂണിക്കേഷനാണ്. ട്രാൻസ്ഫോർമേഷൻ, അത് മഹത്തായ ഒരു വേർഡാണ്. രൂപാന്തരണം, അതായത് ഒരുപാട് വ്യക്തികളെ രൂപാന്തരണം ചെയ്യുവാൻ, മാറ്റിമറിക്കുവാൻ പല വ്യക്തികളുടെ കമ്മ്യൂണിക്കേഷൻ സാധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ മൂന്ന് ക്വാളിറ്റിയും ഉണ്ടെങ്കിൽ മാത്രമേ നാലാമത്തെ ക്വാളിറ്റിയായ ട്രാൻസ്ഫോർമേഷൻ നമ്മളിൽ സാധ്യമാകത്തുള്ളൂ. മൈ ഡിയർ ഫ്രണ്ട്സ്, അതുകൊണ്ട് ഇനി മുതൽ നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നാം റെസ്പോൺസിബിൾ ആയി കമ്മ്യൂണിക്കേഷൻ നടത്തുവാൻ ശ്രമിക്കണമേ എന്നാണ് എന്റെ റിക്വസ്റ്റ്. ഞാൻ വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് പോകുന്നു. അഥവാ നിങ്ങൾ 5 ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സിനെ കുറിച്ച് ശിവ് ഖേര എന്ന യു ക്യാൻ വിൻ എന്ന പുസ്തകം എഴുതിയ ശിവ് ഖേര 5 ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഏത് ടൈപ്പ് സ്പീക്കറാണ്? I just want to know about it, my dear friends. Please come to chat box. നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സ് ആണ്? നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ നന്നായി ട്രെയിൻ ചെയ്യുന്ന നല്ല ട്രെയിനേഴ്സ് ആണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു ട്രെയിനർ ഒരു നല്ല സ്പീക്കർ കൂടിയാകണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ഏത് ടൈപ്പ് സ്പീക്കർ ആണ് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പ്ലീസ് കം ടു ചാറ്റ് ബോക്സ്. What kind of speakers you are? Hello, please, my dear friends, please come to chat box. What kind of speakers you are? എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ തലം നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഒരുപക്ഷെ. ഞാൻ നിങ്ങളോട് ചോദിക്കാം, സ്പീക്കർ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സ്പീക്കർ ആണെങ്കിൽ നിങ്ങൾ ഡ്രീമേഴ്സ് ആയിരിക്കണം.
അഥവാ സ്വപ്നം കാണാൻ കഴിയുന്ന ഡ്രീമേഴ്സ് ആയിരിക്കണം ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സ് ആണെങ്കിൽ സ്വപ്നം കണ്ടതിന് ശേഷം നിങ്ങൾ എവിടെ നിന്നാണോ സ്വപ്നം കാണുന്നത്, ഏത് പോയിന്റിലാണോ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുക. ശരിയോ തെറ്റോ നോക്കാതെ നിങ്ങൾ അപ്പോൾ തന്നെ ആരംഭിക്കുക. മൂന്നാമത്തത് അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുന്നവരാണ് നല്ല ഒരു സ്പീക്കർ എന്ന് പറയുന്ന മൂന്നാമത്തെ ടൈപ്പ്. നാലാമത്തെ സ്പീക്കർ എന്ന് പറയുന്നത് എക്സ്പേർട്ടാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ എക്സ്പേർട്ടായിട്ട് മാറുന്നത്. ഈ 4 കാര്യങ്ങളും നാം അനുഭവിച്ച് കഴിയുമ്പോൾ അഞ്ചാമത്തെ ഒരു മേഖലയുണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്. ആ മേഖലയുടെ പേരാണ് ഒത്തന്റിക്. നാം പറയുന്നത് മുഴുവൻ ആധികാരികമായ ഒന്നായിട്ട് മാറുന്നു. എന്നോട് എനിക്ക് നിങ്ങളോട് സംവദിക്കാനുള്ളത്, എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്, നമുക്കറിയാം ഏറ്റവും പ്രശസ്തരായ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ച അലൻ ബാർക്കറെ പോലുള്ള, അല്ലെങ്കിൽ ശിവ് ഖേരയെ പോലുള്ള, അലൻ ബാർക്കറെ പോലുള്ള അല്ലെങ്കിൽ ശിവ് ഖേരയെ പോലുള്ള വ്യക്തികളെല്ലാം ഒത്തന്റിക് സ്പീക്കേഴ്സ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ റോബിൻ ശർമ്മയെ പോലുള്ള ഒത്തന്റിക് സ്പീക്കേഴ്സ് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് അതേ അപ്രകാരം അറിയാവുന്ന ഒരുപാട് സ്പീക്കേഴ്സ് ഉണ്ടാവും. അവർ ഈ ഒത്തന്റിസിറ്റി എന്ന് പറഞ്ഞ ഈ സ്റ്റേജിലേക്ക് എത്തിയത് ഡിയർ ഫ്രണ്ട്സ് ഇത്രയും സ്റ്റേജുകൾ കടന്നുകൊണ്ടാണ്. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഇതിൽ ഏത് തലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്? 1 ആണെങ്കിൽ 1 എന്ന് ടൈപ്പ് ചെയ്യുക. 2, 3, 4, 5 നിങ്ങളുടെ നിലവാരം അനുസരിച്ച് നിങ്ങൾക്കൊന്ന് ചാറ്റ് ബോക്സിലേക്ക് വരൂ. നിങ്ങൾ ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു പ്ലീസ്? മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നു, ഫവാസ് സാർ പറയുന്ന മൂന്നാമത്തെ വിഭാഗം സീക്കേഴ്സ്. വെരി ഗുഡ്, സീക്കേഴ്സ്. എനിക്ക് സീക്കേഴ്സ് എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. സീക്കേഴ്സ്. ഒന്നാമത്തേത് ഡ്രീമേഴ്സ് ആണ്. മഞ്ജു പ്രസാദ് മാഡം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ പറയുന്നുണ്ട്. ജാസ്മിൻ എൻ മാഡം പറയുന്നുണ്ട് 1 ഡ്രീമേഴ്സ്. നാലാമത്തെ എക്സ്പേർട്ട് എന്ന് പറയുന്നുണ്ട്. റോസ് വർഗീസ് എക്സ്പേർട്ട് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. മൂന്നാമത് സീക്കേഴ്സ് എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. എനിവേ, നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വളരെ മഹത്തായ ഒരു കാര്യമാണ്. ഐ കൺഗ്രാജുലേറ്റ് യു മൈ ഡിയർ ഫ്രണ്ട് ഫ്രം ദ ഡീപ്പ് ഓഫ് മൈ ഹാർട്ട്. ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. കാരണം നമ്മുടെ പൊസിഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. അത് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. നമ്മൾ കുറച്ച് സമയമുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും അതിലേക്ക് പോകുകയാണ്. വീണ്ടും അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ഏത് ഒന്നാമത്തെ സ്ഥാനത്താണെങ്കിലും 5ാമത്തെ സ്ഥാനത്താണെങ്കിലും കമ്മ്യൂണിക്കേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സംസാരിക്കുന്നത്. നാം സംസാരിക്കുമ്പോൾ ബോഡി ലാംഗ്വേജിന് 55% പ്രാധാന്യവും വോയിസ് മോഡുലേഷന് 38%, നാം പറയുന്ന വാക്കുകൾക്ക് വെറും 7% പ്രാധാന്യമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മൈ ഡിയർ ഫ്രണ്ട്സ്. അതായത് വിഷ്വൽസ് എന്ന് പറയുന്ന ബോഡി ലാംഗ്വേജിന് 55%, 55%. നാം മോഡുലേഷൻ, നമ്മുടെ വാക്കുകൾ ആരോഹണത്തിനും അവരോഹണത്തിനും വിധേയമായാൽ ആ വാക്കുകളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനിൽ 38% ആണ്. നാം ഉപയോഗിക്കുന്ന വാക്കുകൾക്ക്, പ്രയോഗങ്ങൾക്ക്, യൂസേജസിന്, നാം ഉപയോഗിക്കുന്ന സ്റ്റോറീസിന് വെറും 7% മാത്രമേ റെലവൻസ് ഉള്ളൂ. ഇതാണ് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയൊരു കോഡ് എന്ന് പറയുന്നത്. ഇവിടെയാണ് കമ്മ്യൂണിക്കേഷൻ മാറ്റിമറിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകണമെങ്കിൽ 55% ബോഡി ലാംഗ്വേജ് നിങ്ങൾ ഉപയോഗിച്ചേ മതിയാവും. അതുകൊണ്ടാണ് നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വളരെ വിനീതമായി വീഡിയോയിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കണ്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ ഉള്ളൊരു സുഖം, ഒരു വലിയ പ്രത്യേകതയുണ്ട്, വലിയ സുഖമാണത്. ഈ പിക്ചേഴ്സ് നിങ്ങൾക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാമോ? ഹു ഈസ് ദിസ്? ഈ ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആരാണെന്ന് പറയാമോ പ്ലീസ്? ഹു ഈസ് ദിസ്? ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് വരാമോ? മനസ്സിലായവർ ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് വരാമോ? ഹു ഈസ് ദിസ് ഗ്രേറ്റ് പേഴ്സണാലിറ്റി? നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞോ? ഹു ഈസ് ദിസ്? ഇല്ലെങ്കിൽ നോ എന്ന് ചാറ്റ് ബോക്സിൽ വരിക പ്ലീസ്. നോ എന്നിട്ടാൽ മതി. നോ. ഈ വ്യക്തിയെ നിങ്ങൾ മിക്കവാറും മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. യെസ്, നിങ്ങളൊരു ട്രെയിനേഴ്സ് ആയതുകൊണ്ട് പ്രത്യേകിച്ച്
സൈക്കോളജി മേഖലയിൽ ഉള്ളത് കൊണ്ട് വളരെ വളരെ പ്രത്യേകിച്ച് ഇല്ല അല്ലേ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, കുഴപ്പമില്ല. ഇദ്ദേഹമാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് ഇനി പറയാൻ പോകുന്ന പ്രശസ്തനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന നോം ചോംസ്കി എന്ന അമേരിക്കൻ ലിംഗ്വിസ്റ്റ്, ഭാഷാശാസ്ത്രജ്ഞനാണ്. അമേരിക്കൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏകദേശം 89-90 വയസ്സ്, അറൌണ്ട് 89 to 90, 90 വയസ്സ് പ്രായമുള്ള അമേരിക്കൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ അറിയപ്പെടുന്ന ലിംഗ്വിസ്റ്റാണ്, ലോകം അറിയപ്പെടുന്ന ലിംഗ്വിസ്റ്റാണ് ഡോക്ടർ നോം ചോംസ്കി. നോം ചോംസ്കിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഡോക്ടർ നോം ചോംസ്കിയൻ കമ്മ്യൂണിക്കേഷൻ തിയറി ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെറും 4 വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിനെ ഓർത്തുകൊണ്ട് എന്റെ ഗുരുനാഥനായി ഞാൻ അദ്ദേഹത്തിനെ മനസ്സിൽ കരുതി, അദ്ദേഹമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ട് എനിക്ക്. അതുകൊണ്ട് ഡോക്ടർ നോം ചോംസ്കിയെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, ബ്രെയിൻ ആൻഡ് ലാംഗ്വേജ് എന്ന പുസ്തകം, അഥവാ ബ്രെയിൻ ആൻഡ് ലാംഗ്വേജ് എന്ന പുസ്തകമാണ് ഈ ലോകത്തിലെ മാറ്റിമറിച്ചൊരു പുസ്തകമാണ്. ഭാഷയെ, കമ്മ്യൂണിക്കേഷനെ മാറ്റിമറിച്ചൊരു പുസ്തകമായതുകൊണ്ട് ഡോക്ടർ നോം ചോംസ്കിയെ ഓർത്തുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അദ്ദേഹത്തിന് പ്രശസ്തമായ ഒരു കോട്ടുണ്ട്, മൈ ഡിയർ ഫ്രണ്ട്സ്, വി ലിസൺ ഹാഫ്. നമുക്ക് എന്തുകൊണ്ടാണ് ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കാൻ പ്രയാസമുള്ളത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം 30 വർഷത്തെ റിസർച്ച് ചെയ്തുകൊണ്ട് പറഞ്ഞൊരു കോട്ടാണ്, വി ലിസൺ ഹാഫ്, നാം പകുതി മാത്രമേ കേൾക്കാറുള്ളൂ, അണ്ടർസ്റ്റാൻഡ് ക്വാർട്ടർ, 1/4 ഭാഗമേ മനസ്സിലാക്കാറുള്ളൂ, എന്നിട്ട് ഇരട്ടി സംസാരിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാവും, മൈ ഡിയർ ഫ്രണ്ട്സ്, ലിസണിങ്ങിന്റെ പ്രാധാന്യം. ഞാൻ ഇങ്ങനെ ചുരുക്കുന്നു, ലിസണിങ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് നിങ്ങൾ ഫോറിൻ ലാംഗ്വേജ് ആയ ഇംഗ്ലീഷ് ആണെങ്കിലും അഥവാ ജർമ്മൻ ആണെങ്കിലും ഏത് ഫോറിൻ ലാംഗ്വേജ് ആണെങ്കിലും നിങ്ങൾ പഠിക്കേണ്ടത്, നാം പഠിക്കേണ്ടത് തീർച്ചയായും ലിസണിങ് എന്ന പ്രോസസ്സിലൂടെയാണ്. ലിസണിങ് ഈസ് ദ ഫൗണ്ടേഷൻ ഫോർ ദ ഫ്ലുവൻസി ഓഫ് ലാംഗ്വേജ്. അഥവാ കമ്മ്യൂണിക്കേഷന്റെ ഫൗണ്ടേഷൻ കിടക്കുന്നത് ലിസണിങ്ങിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുവാൻ, മൈ ഡിയർ ഫ്രണ്ട്സ്, ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുവാൻ നമുക്ക് ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആവശ്യമാണ്. ആ ഘടകങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് വരുന്നത് എന്ന് മാത്രം നിങ്ങളോട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ഞാൻ ആ 4 വാക്കുകളിലേക്ക് കിടക്കാം. കോൺഫിഡൻസ്. സാധാരണ ഈ പ്ലാറ്റ്ഫോമിൽ പല ആളുകളും ഭാഷയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഭാഷയെ സംസാരിക്കാനുള്ള ആധുനിക ജനറേഷന് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുവാൻ യാതൊരു പ്രയാസവുമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ കൃത്യമായ കോച്ചിങ് കൊടുക്കുമ്പോൾ. ഇപ്പൊ എന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് എന്റെ സ്റ്റുഡൻസ് വളരെ മനോഹരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആധുനിക ജനറേഷന്റെ ആ കഴിവിനെ ഞാൻ സ്തുതിക്കുകയാണ്. നിങ്ങൾക്കറിയോ, ആത്മവിശ്വാസം വരുന്നത് 4 ഘടകങ്ങളിലൂടെയാണെന്ന് അലൻ ബാർക്കർ രേഖപ്പെടുത്തുന്നു. അത് മാത്രം നിങ്ങളുമായി ഇന്ററാക്ട് ചെയ്യാം. ഒന്നാമത്, നിങ്ങൾ ലാംഗ്വേജ്, ഒരു ഫോറിൻ ലാംഗ്വേജ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ കോൺഫിഡൻസ് വരുന്നത് നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തുന്നതിലൂടെയാണ്, പരീക്ഷണങ്ങളിലൂടെയാണ്. ഫസ്റ്റ് ഇ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റ്സ് ആണ്. ഈ എക്സ്പെരിമെന്റ്സ് ആണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സമ്മാനിക്കുന്നത്, ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിക്കുന്നത് ഈ എക്സ്പെരിമെന്റ്സിലൂടെയാണ്. ഞാൻ പലപ്പോഴും എന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന എന്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളോട് ഒരു പക്ഷേ നമ്മൾ ടീച്ചേഴ്സ് ഗ്രാമർ എന്ന് പറഞ്ഞുകൊണ്ട്, ഈ ഗ്രാമർ എന്നൊരു വില്ലനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജോ ഫ്ലുവൻസിയോ കിട്ടിയില്ല, നമ്മളത് അച്ചീവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഞാൻ അവരെ ഫ്ലുവന്റ് ആക്കാറുണ്ട്. എന്റെ മെത്തേഡ് ഇതാണ്, മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ പറയുന്നു, വായെ തോന്നിയത് മിസ്റ്റേക്സ് ആണെങ്കിലും നിങ്ങൾ പറയൂ, പ്ലാറ്റ്ഫോമിൽ പറയൂ. ആ മിസ്റ്റേക്സിനെ എക്സ്പീരിയൻസ് ആക്കി മാറ്റുകയും, എക്സ്പീരിയൻസ് ആണ് നമ്മളെ എക്സ്പെർട്ട് ആക്കി മാറ്റുന്നത്, എക്സ്പെർട്ടാണ് നമ്മളെ എക്സലൻസിലേക്ക് നയിക്കുന്നത്. ഈ എക്സലൻസ് ആണ് നമ്മുടെ സക്സസ് പ്ലസ് എക്സലൻസ് എന്ന് പറയുന്ന വിജയത്തിന്റെ ആ അത്യുച്ച കോടിയിലേക്ക്, മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളെ നയിക്കുന്നത് ഈ എക്സ്പെരിമെന്റ്സ് ആണ് നമുക്ക് കാണാൻ കഴിയും. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ തെറ്റോടുകൂടി സംസാരിച്ചു തുടങ്ങിയാൽ, അതിനുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറുകയും, മനഃശാസ്ത്രം പഠിക്കുന്ന അല്ലെങ്കിൽ അഥവാ സൈക്കോളജിസ്റ്റ് ആയ ഒരുപാട് എന്റെ സുഹൃത്തുക്കൾ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരിക്കെ നിങ്ങൾക്കറിയാം അഥവാ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നുള്ള ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങൾ കാണാം. നിരന്തരമായി നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ന്യൂറോ പാത്വേ ആയി മാറുന്നത് കാണാം. ഒരു ന്യൂറോ പാത്വേ അല്ലെങ്കിൽ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ തീർച്ചയായും നമുക്ക് സമ്മാനിക്കുന്നത് അതിമഹത്തായ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു സ്പോണ്ടേനിറ്റി ഓഫ് ദ കമ്മ്യൂണിക്കേഷന്റെ അപാരമായ ഒരു അനർഗളത, അഥവാ
നമുക്കറിയാം നയാഗ്ര വാട്ടർഫാൾ പോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ 4 കാര്യം വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമ്പർ 1, എക്സ്പെരിമെന്റ്സ്, പരീക്ഷണങ്ങളാണ് എക്സ്പീരിയൻസിലേക്ക് നയിക്കുന്നത്, അനുഭവങ്ങളിലേക്ക് നയിക്കുന്നത്. ഈ കുറെ അനുഭവങ്ങൾ ചേരുമ്പോഴാണ് അതൊരു എക്സ്പെർട്ടായിട്ട് മാറുന്നത്. ഈ എക്സ്പെർട്ടൈസ് ആണ് എക്സലൻസിലേക്ക് നയിക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, എക്സലൻസ് ആണ് സക്സസിന്റെ കൊടുമുടിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് മിസ്റ്റേക്സിൽ നിന്നാണ്. ഇവിടെ തോമസ് ആൽവ എഡിസന്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ കേട്ടിട്ടുണ്ടാകും. കാരണം ആ ഒരു 10,100,000 ബാറ്ററി സെൽ ഉണ്ടാക്കുവാൻ അദ്ദേഹം 10,100,000 പരീക്ഷണങ്ങൾ നടത്തിയതല്ല. അവസാനം അദ്ദേഹം അതിൽ വിജയിക്കുന്നതും റൈറ്റ് ബ്രദേഴ്സിന്റെ എക്സ്പെരിമെന്റ്സും, അഥവാ നമുക്കറിയാം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ന്യൂറോ സയന്റിസ്റ്റായ അഥവാ VS രാമചന്ദ്രൻ പോലുള്ളവരുടെ പ്രശസ്തമായ എക്സ്പെരിമെന്റ്സും എല്ലാം നിങ്ങൾ വാക്കുകളിലൂടെ, പുസ്തകങ്ങളിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾ ചാനലുകളിലൂടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, അഥവാ ഞാൻ നിങ്ങളോട് 4 വാക്കുകൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ 4 വാക്കുകളാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ അധിക സമയം എടുക്കില്ല കേട്ടോ. അഥവാ ഈ 4 വാക്കുകൾ, അഥവാ നിങ്ങൾക്കറിയാം വെറും ഈ 4 വാക്കുകൾ കൊണ്ട് 4000 സെന്റൻസസ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഫ്ലുവൻസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മൈ ഡിയർ ഫ്രണ്ട്സ്, ആ വാക്കുകൾ RBBT എന്ന വാക്കുകളിൽ നമുക്ക് ചുരുക്കാം. ഈ വാക്കുകളുടെ ആദ്യ വാക്കുകൾ നോക്കൂ. RBBT, റൈറ്റ് നൗ, first word right now, second word because you know, right now because you know, but in the past that's why. RBBT ഒന്ന് നിങ്ങൾ നോക്കൂ. ഈ 4 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് ഇംഗ്ലീഷ് എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വളരെ പെട്ടെന്ന് ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നറിയോ? ഒരു ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പ്രസന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോഴൊക്കെ ഈ 4 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഫ്ലുവന്റ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒരു ഉദാഹരണം നിങ്ങളിലൂടെ വ്യക്തമാക്കാം. നോക്കൂ, ശ്രദ്ധിക്കൂ. റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാണോ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അത് റൈറ്റ് നൗവിന് ശേഷം പറയുക. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ഉദാഹരണമായിട്ട് പറയുക. റൈറ്റ് നൗ മൈ ടോപ്പിക് ഈസ് ഇംഗ്ലീഷ്. നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് അത് ആവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. റൈറ്റ് നൗ. മൈ ഡിയർ ഫ്രണ്ട്സ്, എന്നോടൊപ്പം ഒന്ന് പറയൂ, റൈറ്റ് നൗ. അതോടൊപ്പം തന്നെ ബോഡി ലാംഗ്വേജ് വരാൻ മറക്കല്ലേ. 55% ബോഡി ലാംഗ്വേജ് വരുത്താൻ മറക്കല്ലേ നിങ്ങൾ. റൈറ്റ് നൗ മൈ ടോപ്പിക് ഈസ് ഇംഗ്ലീഷ്. രണ്ടാമത്തേതാണ് ബിക്കോസ് യു നോ എന്ന് പറഞ്ഞിട്ട് അതിനെ ഒന്ന് പോസിറ്റീവായി നമ്മൾ ഊതി വീർപ്പിച്ച് പറയണം ആ വിഷയത്തെ. ബിക്കോസ് യു നോ, നിനക്കറിയോ ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. നിനക്കറിയോ ഇംഗ്ലീഷ് ഒരു ഗ്ലോബലൈസ്ഡ് ലാംഗ്വേജ് ആണ്. ഇനി മൂന്നാമത് പറയണം ബട്ട് ഇൻ ദ പാസ്റ്റ്. നിങ്ങളൊരു എക്സ്പീരിയൻസുമായി ഇതിനെ കണക്ട് ചെയ്യുക. ബട്ട് ഇൻ ദ പാസ്റ്റ്, പണ്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ഐ വാസ് നോട്ട് കോൺഫിഡന്റ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ, ഐ വാസ് നോട്ട് കോൺഫിഡന്റ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഐ എം അറ്റൻഡിങ് ദിസ് സെഷൻ. അതുകൊണ്ടാണ് ഞാൻ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നതെന്നോ, അതുകൊണ്ടാണ് ഞാൻ ഫ്ലുവന്റ് അല്ല എന്നോ നിങ്ങൾക്ക് പറയാം. ദാറ്റ്സ് വൈ ഐ എം നോട്ട് ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്. ഒന്നുകൂടി ഞാൻ പറയാം. ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി മോർണിംഗ്. ഇതിന്റെ പ്രസന്റേഷൻ ഒന്ന് ശ്രദ്ധിക്കണം. ഹായ് ഫ്രണ്ട്സ്. ഞാൻ ഒന്നുകൂടി ആക്സെന്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് സംസാരിക്കാം. ശ്രദ്ധിക്കും. Hi my beloved friends, right now my topic is English because you know English is a global language, but in the past I was not confident to speak English. That's why I'm not fluent in English. That's why I'm attending this training session. Thank you very much. My dear friends, ഇനി ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡിക്ഷണറിയെ കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്ന് വിചാരിക്കാം. ഞാൻ വളരെ സിമ്പിൾ ടോപ്പിക്കാണ് പറയുന്നത്. ഡിക്ഷണറിയെ കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്ന് വിചാരിക്കാം. ഇതേ 4 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡിക്ഷണറിയെ കുറിച്ച് സംസാരിക്കാം. റൈറ്റ് നൗ, ഡിയർ ഫ്രണ്ട്സ്, ഹാപ്പി മോർണിംഗ്. റൈറ്റ് നൗ മൈ ടോപ്പിക് ഈസ് ഡിക്ഷണറി because you know dictionary is a fantabulous collection of words. അല്ലെങ്കിൽ ഡിക്ഷണറി is a collection of amazing words. But in the past, ഇവിടെ പാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു യൂസേജ് കൊണ്ടുവരുന്നുണ്ട്. ബട്ട് ഇൻ ദ പാസ്റ്റ് ഐ വാസ് നോട്ട് ഇൻ ദ ഹാബിറ്റ് ഓഫ് റഫറിംഗ് ഡിക്ഷണറി. പണ്ട് എനിക്ക് ഡിക്ഷണറി റഫർ ചെയ്യുന്ന ശീലമേ ഉണ്ടായിരുന്നില്ല. ബട്ട് ഇൻ ദ പാസ്റ്റ് ഐ വാസ് നോട്ട് ഇൻ ദ ഹാബിറ്റ് ഓഫ് റഫറിംഗ് ഡിക്ഷണറി. ദാറ്റ്സ് വൈ മൈ വേർഡ് പവർ ഈസ് വെരി പുവർ. അല്ലെങ്കിൽ ദാറ്റ്സ് വൈ മൈ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി പുവർ.
അഥവാ എന്ത് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഞാൻ ഫ്ലുവന്റ് അല്ല എന്നോ എന്റെ കമ്മ്യൂണിക്കേഷൻ പുവർ ആണോ എന്ന് നിങ്ങൾക്ക് സംസാരിക്കാം. മൈ ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ ഞാൻ ഒന്നുകൂടി ആ പ്രസന്റേഷൻ പറയാം. ഒന്നുകൂടി. ഹാപ്പി മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. Right now my topic is dictionary, because dictionary is a collection of amazing words. But in the past I was not confident. I was not in the habit of referring dictionary. I was not in the habit of referring dictionary. That's why my word power is very poor. My word power is very poor. That's why my communication is very poor. Thank you so much, or very many thanks. ഇനി നിങ്ങൾ വേറെ ഏത് ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞാലും ഈ 4 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഈ 4 വാക്കുകൾ മൈ ഡിയർ ഫ്രണ്ട്സ് എന്റെ വാക്കുകളല്ല, ഇത് സക്കീർ ഹുസൈൻ കണ്ടെത്തിയതേ അല്ല. ഈ വാക്കുകൾ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അമേരിക്കൻ ഹാർവാർഡ് പ്രൊഫസർ ലിംഗ്വിസ്റ്റ്, അടുത്ത വർഷം നോബൽ പ്രൈസിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഡോക്ടർ നോം ചോംസ്കിയുടെ അതിപ്രശസ്തമായ വാക്കുകളാണ് 4 വാക്കുകൾ. ഈ 4 വാക്കുകളെ ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് അതൊരു RBBT ആക്കി മാറ്റിയത് ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വാക്കുകളെല്ലാം ഡോക്ടർ നോം ചോംസ്കിയൻ വാക്കുകളാണ്. ഇനി നിങ്ങൾ ഏത് ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞു എന്ന് നോക്കുക. ഇനി ഹിന്ദി ഭാഷയെ കുറിച്ച് നമുക്ക് പറയാം. റൈറ്റ് നൗ മൈ ടോപ്പിക് ഈസ് ഹിന്ദി, because Hindi is my national language. Hindi is my national language. But in the past I was not quite aware of it. That's why my fluency in Hindi is very poor. Thank you so much, or very many thanks. My dear friends, ഏത് ടോപ്പിക് വന്നാലും, അഥവാ ഞാൻ എന്റെ സ്റ്റുഡൻസിനെ ആദ്യത്തെ ദിവസം തന്നെ ഡേ 1 മുതൽ ഞാൻ അവരെ ഫ്ലുവന്റ് ആക്കുന്നത് ഈ RBBT എന്ന 4 പ്രശസ്തമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ 4 വാക്കുകൾ നിങ്ങളെ ആകർഷിച്ചോ, നിങ്ങളെ ഇൻസ്പയർ ചെയ്തോ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ ഇൻസ്പയർ ചെയ്തുവെങ്കിൽ വൈ യെസ് എന്ന് പറയുക, അല്ലെങ്കിൽ നോ എന്ന് പറയുക. ഈ 4 വാക്കുകൾ നിങ്ങളെ പ്രചോദിപ്പിച്ചുവെങ്കിൽ യെസ് എന്ന് ചാറ്റിലേക്ക് വരിക, അല്ലെങ്കിൽ നോ എന്ന് പറയുക. മൈ ഡിയർ ഫ്രണ്ട്സ്, പ്ലീസ്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ റെസ്പോൺസിന് നന്ദി മൈ ഡിയർ ഫ്രണ്ട്സ്. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഇപ്രകാരം നിങ്ങൾക്കറിയാം, ഇതൊരു കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ്, അഥവാ NLP കോഡ് പോലെയാണ് ഈ വാക്കുകൾ പ്രവർത്തിക്കുന്നത്. ഇപ്രകാരം ഞാൻ നിങ്ങളോട് പറയുന്നു, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുവാൻ, ഇംഗ്ലീഷ് ഭാഷ ഫ്ലുവന്റ് ആകാൻ മൈ ഡിയർ ഫ്രണ്ട്സ് വെറും ഇപ്രകാരമുള്ള 200 വാക്കുകൾ മാത്രം മതി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആകാൻ. ഓൾറെഡി നിങ്ങളുടെ തലച്ചോറിൽ 500 വാക്കുകളോ അതിൽ കൂടുതൽ വാക്കുകളോ ഓൾറെഡി ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ആ വാക്കുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ നമുക്ക് ബാരിയേഴ്സ് അനുഭവപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്. ഒന്ന്, നമ്മുടെ ടീച്ചേഴ്സ് നമുക്കുണ്ടാക്കിയ ഗ്രാമറിന്റെ പ്രശ്നം. ഗ്രാമർ എന്ന വില്ലൻ അവിടെ കിടക്കുന്നു. അതുകൊണ്ട് ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യുന്നത് പോലെ ഒരു തെറപ്പിയിലൂടെ നിങ്ങളുടെ ആ ഗ്രാമറിന്റെ പ്രശ്നത്തെ, ഗ്രാമറിന്റെ കൈപ്പേറിയ അനുഭവത്തെ ഇല്ലാതാക്കി യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആക്കുവാൻ ഇപ്രകാരമുള്ള ഒരു 10 കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവൻസി സാധ്യമാകുന്നു. അഥവാ എന്റെ വിദ്യാർത്ഥികളിൽ ഞാനത് കഴിഞ്ഞ 10ഓളം വർഷങ്ങളായി ഞാനത് സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, അഥവാ സമയം അധികരിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു, അല്ലെ സജന മാം? ആണോ ജാസ്മിൻ മാം? സമയം നമ്മുടെ അധികരിച്ചിരിക്കുന്നോ, കഴിഞ്ഞുവോ? ഒരു 2 മിനിറ്റ് കൂടി എടുത്തുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്തോട്ടെ. 2 മിനിറ്റ്സ് കൂടി. കേൾക്കുന്നില്ലല്ലോ. ഓക്കെ. താങ്ക് യു സോ മച്ച്. ഞാൻ കുറച്ചുകൂടി എക്സസൈസ് കൊണ്ടുവന്നിരുന്നു. ഓക്കെ, 2 കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഡിയർ ഫ്രണ്ട്സ്. ഒന്ന്, നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ അനർഗളമായി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ട്രെയിനർ എന്ന ഈ തലത്തെ ലോകം മുഴുവൻ യൂണിവേഴ്സൽ ആക്കി മാറ്റുവാൻ. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നാം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. പക്ഷേ നിങ്ങളുടെ കഴിവുകൾ കേരളത്തിൽ മാത്രം ഒതുക്കി നിൽക്കേണ്ട, കൺഫൈൻ ചെയ്യേണ്ട ഒന്നല്ല. ഈ കഴിവിനെ നമുക്ക് ഇന്ത്യയിൽ മുഴുവൻ, ലോകത്തിന്റെ മുഴുവൻ ആളുകളിലേക്കും എത്തിക്കുവാൻ ഇംഗ്ലീഷ് ഭാഷ അനിവാര്യമായ ഒരു സംഭവമാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു മൈ ഡിയർ ഫ്രണ്ട്സ്. അതുകൊണ്ട് വെറും ഇപ്രകാരമുള്ള 250 ഹൈ വോൾട്ടേജ് വേർഡ്സ് ഞാൻ നോം ചോംസ്കിയൻ വാക്കുകൾ കടമെടുക്കുകയാണ്. ജസ്റ്റ് 250 ഹൈ വോൾട്ടേജ് വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വേർഡ് സ്മാർട്ട് ആകുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഈസി, ഗ്രാമർ
ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഗ്രാമർ അല്ല വേണ്ടത്, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രാക്ടീസ് ആണ് വേണ്ടത്. ഗ്രാമർ ഈസ് റെലവന്റ് ഓൺലി ബൈ 1%. ഗ്രാമർ വെറും 1% മാത്രമേ ഉള്ളൂ. 99% പ്രാക്ടീസ് 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 വിച്ച് മേക്സ് എ മാൻ പെർഫെക്റ്റ്. ഡിയർ ഫ്രണ്ട്സ്, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിന്റെ സൊല്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ, ബി എ മാസ്റ്റർ മൈൻഡഡ് സ്പീക്കർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നോം ചോംസ്കിയൻ സ്പീക്കറിൽ 5ാമത്തെ സ്പീക്കർ എന്ന് പറയുന്ന ഒതന്റിക് സ്പീക്കർ ആകുകയാണെങ്കിൽ, നിങ്ങളുടെ വാക്കുകൾ ആധികാരികമാണെങ്കിൽ, നിങ്ങളുടെ റഫറൻസ് ആധികാരികമാണെങ്കിൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളെ കേൾക്കുവാൻ ഒട്ടനവധി ആളുകൾ ചുറ്റും കൂടുകയും നിങ്ങൾ അത് ആസ്വദിക്കുകയും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ റഫറൻസിന്റെ ഭാഷയിൽ, റഫറൻസിന്റെ പാതയിൽ മുന്നോട്ട് പോയി ഒരു മാസ്റ്റർ മൈൻഡഡ് സ്പീക്കർ ആകണമേ എന്ന് നിങ്ങളോട് ഞാൻ അഡ്വൈസ് ചെയ്യുകയാണ്. അഡ്വൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു മാസ്റ്റർ മൈൻഡഡ് സ്പീക്കർ, തീപാറുന്ന ഒരു ഫയർ ബാൻഡ് സ്പീക്കർ നിങ്ങളായി കഴിഞ്ഞാൽ നിങ്ങളെ കേൾക്കുവാനും ലോകം മുഴുവൻ നിങ്ങളെ കേൾക്കുവാൻ ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഈ വെബിനാർസ് ഇനി മുതൽ ഇംഗ്ലീഷിലേക്ക് കൂടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിംബിൾ അക്കാഡമിയുടെ എന്റെ ഒരു ഫ്ലുവൻസി സെഷനിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സെഷൻ അവസാനിപ്പിക്കുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, യു ആർ യുണീക്ക്. നിങ്ങൾ അതുല്യരായ വ്യക്തിത്വങ്ങളുടെ ഉടമയാണ്. നിങ്ങൾക്ക് തുല്യം നിങ്ങൾ മാത്രമാണ്. ബിക്കോസ് യു ആർ അൺപാരലൽ, യു ആർ യുണീക്ക്, യു ആർ എ മാസ്റ്റർ പീസ്. നിങ്ങളൊരു മാസ്റ്റർ പീസ് ആണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ട്രെയിനിങ് സെഷൻസ് എന്നെ അത്യധികം പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ യൂണിവേഴ്സലിന്റെ ഭാഗമാകണം, ഈ ഗ്ലോബലൈസ്ഡ് അഥവാ ഈ ഗ്രോത്തിന്റെ ഭാഗമാകണം. നിങ്ങളെ കേൾക്കുവാൻ ഈ ലോകം ചുറ്റും കൂടട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട്, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ കേട്ട വളരെ വളരെയധികം ആക്റ്റീവായി എന്നെ കേട്ട എല്ലാ ട്രെയിനേഴ്സിനോടും സൈക്കോളജിസ്റ്റിനോടും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് സംശയം ചോദിക്കാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാം. താങ്ക് യു സോ മച്ച് മൈ ഫ്രണ്ട്സ്, താങ്ക് യു. വണ്ടർഫുൾ. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകതയാണ് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ്, അഥവാ എല്ലാവരും ആ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവർക്കും സമർപ്പിക്കുകയാണ്. വൺസ് അഗൈൻ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഞാൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. സാറ് ഗുഡ് മോർണിംഗ് നസീർ ഖാൻ സാർ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത്, നമ്മളൊക്കെ ഗ്രാമർ നമ്മളൊക്കെ ചെറുപ്പത്തിലെ നമ്മളെ സ്കൂളുകളിൽ നിന്ന് ശരിയായ ഗ്രാമർ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് സോഷ്യൽ സ്റ്റഡീസിന്റെ ഒക്കെ ടീച്ചറാണ് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നത്. അപ്പോ ഈ 3ാം ക്ലാസ് മുതലൊക്കെയാണ് നമ്മളൊക്കെ പണ്ട് 19 വർഷം മുന്നേ ഇംഗ്ലീഷ് പഠിച്ചത് തന്നെ. അപ്പോ ഒരു ഗ്രാമർ എന്താണെന്ന് ഈ പഠിപ്പിക്കുന്ന ടീച്ചർക്കോ അവിടുത്തെ ഹെഡ്മാസ്റ്റർക്കോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോ അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ച് നമ്മൾ വന്നതും സംസാരിച്ചാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയത്. അപ്പോ ഗ്രാമറിന്റെ ബേസിക് ഇപ്പോഴും എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ സാറിന്റെ ക്ലാസ് എപ്പോഴാണ് തുടങ്ങുന്നത്? അതിന് അടുത്ത മൺഡേ നമ്മുടെ വിംബിൾ അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമുമായി നമ്മൾ അടുത്ത മൺഡേ ആണ് സാർ. അടുത്ത മൺഡേ ആണ് ഈ ക്ലാസ് തുടങ്ങുക. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വിംബിൾ അക്കാഡമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിന്റെ നിർദ്ദേശങ്ങൾ ഇട്ടേക്കാം. വിംബിൾ അക്കാഡമിയുമായി കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത മൺഡേ ആണ്. ഈ കോഴ്സിന്റെ വലിയൊരു പ്രത്യേകത കൂടി പറയാം സാർ ചോദിച്ചതുകൊണ്ട്. അതായത് ഞാൻ കൊച്ചിയിൽ 10,000 റുപ്പീസിന് കൊടുക്കുന്ന ഈ കോഴ്സ്, ഓഫ്ലൈൻ കോഴ്സ് വെറും 3,000 റുപ്പീസ്. അത് അലുമിനി ആണെങ്കിൽ, ഈ വിംബിൾ അക്കാഡമിയുടെ അലുമിനിയിൽ നിങ്ങൾ മെമ്പർ ആണെങ്കിൽ അവർക്ക് 2,500 രൂപയ്ക്കും. ഇനി നിങ്ങൾ
നേരിട്ട് ഫ്രഷേഴ്സ് ആണെങ്കിൽ 3000 റുപ്പീസിനുമാണ് ഈ കോഴ്സ് കൊടുക്കുന്നത്. 10,000 രൂപയ്ക്ക് ഞാൻ കൊച്ചിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സെയിം കോണ്ടന്റ് ആണ്, സെയിം മൊഡ്യൂൾ ആണ് ഞാൻ ഇപ്പോൾ ഈ വിംബിൾ അക്കാഡമിയിലെ ഫസ്റ്റ് ബാച്ച് എന്ന രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്നാണ് ഈ ട്രെയിനേഴ്സ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കോളജിസ്റ്റിനോടുമുള്ള ഒരു റിക്വസ്റ്റ്. അതാണ്, നിങ്ങൾ ലാംഗ്വേജ് ഫ്ലുവന്റ് ആയി കഴിഞ്ഞാൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് യൂണിവേഴ്സലിന്റെ ഭാഗമായി മാറാൻ കഴിയും. ഞാനൊരു ചെറിയൊരു അനുഭവം കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് കൊച്ചിയിൽ ജൂൺ മാസത്തിൽ ഞാൻ കോർപ്പറേറ്റ് മേഖലയിൽ കണ്ടിന്യൂസ് ആയിട്ട് 10-20ഓളം കമ്പനികളിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ചില കമ്പനികൾ വിളിക്കുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജ് ഫ്ലുവന്റ് ആയ ആളുകളെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കുവാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ ഒരു കമ്പനി, എനിക്കൊരു ദിവസം ട്രെയിനിങ് ഉണ്ടായിരുന്നു, ഒരു സാറ്റർഡേ. ഒരു കമ്പനി വളരെ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ കമ്പനിയിലേക്ക് സെയിൽസിനെ കുറിച്ച് ഇംഗ്ലീഷിൽ 5 മണിക്കൂറോളം ട്രെയിൻ ചെയ്യുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയും നാം ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം വളരെ പ്രയാസപ്പെട്ടാണ് ഈ മേഖലയിൽ ഫ്ലുവന്റായി സംസാരിച്ചുകൊണ്ട് ട്രെയിൻ ചെയ്യുന്ന ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയുക. മൈ ഡിയർ ഫ്രണ്ട്സ്, മലയാളത്തിൽ അനർഗളമായി ഫ്ലുവന്റായി സംസാരിച്ചുകൊണ്ട് ട്രെയിൻ ചെയ്യുന്ന ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ ട്രെയിൻ ചെയ്യുന്നവർ വളരെ അപൂർവമേ ഉള്ളൂ. പ്രത്യേകിച്ച് സൈക്കോളജി മേഖലയിലും സെയിൽസിന്റെ മേഖലയിലും കോർപ്പറേറ്റ് സെക്ടേഴ്സിലെ ഒരുപാട് ട്രെയിനേഴ്സിന്റെ ഓപ്പർച്യൂണിറ്റി പോലും അവിടെയുണ്ട്. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളെപ്പോലുള്ള ഡെഡിക്കേറ്റഡ് ആയിരിക്കുന്ന ട്രെയിനേഴ്സിനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കോർപ്പറേറ്റ് സെക്ടർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാം വിംബിൾ അക്കാഡമിയിൽ തന്നെ കോർപ്പറേറ്റ് ട്രെയിനേഴ്സിന് വേണ്ടിയുള്ള ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം പോലും ഞങ്ങൾ ആരംഭിക്കുവാൻ ഫൈസൽ സാറുമായി ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, അതിന്റെ ഏറ്റവും ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യുവർ ഫ്ലുവൻസി ഓഫ് ലാംഗ്വേജ്. നമ്മൾ സാധാരണ ആളുകൾ സാധാരണ ഒരു ആക്സെന്റിൽ സംസാരിച്ചുകൊണ്ട് നമ്മൾ ആളുകളെ ഇംപ്രസ് ചെയ്യാൻ കഴിയില്ല. അതിനൊരു നല്ല ആക്സെന്റ് ഉണ്ട്. നമുക്കറിയാം, ബ്രിട്ടീഷ് അമേരിക്കൻ ചേർന്ന ഒരു ന്യൂട്രൽ ആക്സെന്റിലാണ് സംസാരിക്കേണ്ടത്. നിങ്ങൾക്ക് അതൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ മേഖലയിൽ നിങ്ങൾക്ക് നല്ല എക്സ്പെർട്ടൈസ് ആകാൻ കഴിയും എന്നുകൂടി ആഗ്രഹിക്കുകയാണ്. ഈ സർ പറഞ്ഞ പോലെ തന്നെ ഗ്രാമർ അല്ല വില്ലൻ, ഗ്രാമർ അല്ല. ഈ ഗ്രാമർ നാം പഠിക്കുന്ന നൗണും അഡ്ജക്റ്റീവും ആഡ് വെർബും ഒക്കെ കമ്മ്യൂണിക്കേഷനിൽ വെറും 1% മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. 99% പ്രാക്ടീസ്. ഞാൻ എന്റെ പ്ലാറ്റ്ഫോമിൽ പറയാറുണ്ട്, യു മേക്ക് മിസ്റ്റേക്സ്, ഐ വിൽ കറക്റ്റ് യുവർ ഇംഗ്ലീഷ്. നിങ്ങൾ വരൂ, മിസ്റ്റേക്സ് വരുത്തൂ. നമ്മുടെ മാതൃഭാഷ എങ്ങനെ ഡെവലപ്പ് ചെയ്തത്? മൈ ഡിയർ ഫ്രണ്ട്സ്, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ തെറ്റ് പറഞ്ഞ് നമ്മുടെ പേരൻസ് കറക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മാതൃഭാഷ ഡെവലപ്പ് ചെയ്തത്. ഇതേപോലെയാണ് ഒരു നാച്ചുറൽ സ്റ്റൈലിലൂടെയാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷയും ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൈ ഡിയർ ഫ്രണ്ട്സ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരു 2 മിനിറ്റ് കൂടി. യെസ്, പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. Thanks for get us a wonderful opportunity. Sir, I'm currently living in Abu Dhabi. Yeah. Is it available for online? യെസ് സർ, ഇത് ഓൺലൈൻ ആണ്. ഇവിടെ ഇപ്പൊ നടക്കുന്നത് മുഴുവൻ നമ്മുടെ 2 മാസത്തെ ഒരു പാക്കേജ് ആണ് സർ. 2 മാസം പാക്കേജ് ആണ്. 1 മാസം ആഴ്ചയിൽ, അഥവാ ആദ്യത്തെ മാസം ആഴ്ചയിൽ 3 ദിവസമേ ക്ലാസ് ഉള്ളൂ. ക്ലാസ്സുകൾ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് രാത്രി 8 മുതൽ 9 മണി വരെയാണ്. 3 days ആണ് അവിടെ പാക്കേജ്. ബാക്കി വരുന്ന 1 മാസം ഫുൾ ടൈം നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം നിങ്ങളെ കൊണ്ട് ഇപ്രകാരം ഇങ്ങനെ വെബിനാർസ് ഇങ്ങനെ എടുപ്പിച്ച്, ഇംഗ്ലീഷിൽ തന്നെ ഞാൻ നിങ്ങളെ വെബിനാർസ് എടുപ്പിച്ച് നിങ്ങളെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നല്ലൊരു സ്പീക്കറാക്കി മാറ്റി തരാം. ഇതാണ് നമ്മുടെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. സർ, താങ്ക് യു വെരി മച്ച്. വെൽക്കം ടു മൈ ക്ലാസ്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും പ്ലീസ്, എനിബഡി? Yes, time is almost, 6:20. 6:20. My dear friends, if ഒരു questions ഇല്ലെങ്കിൽ നമുക്ക് conclude ചെയ്യാം. Dear friends, let me conclude this presentation and have a wonderful day to all of you. എല്ലാവർക്കും മനോഹരമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് thank you very much. Thank you. Thank you, sir. Thank you very much, my